ടീമിന്റെ ദയനീയ പ്രകടനത്തെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കി. എ.പി. സജിഷ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സജിഷ, സീസണിലെ ഏറ്റവും മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ISL-ൽ 12 മത്സരങ്ങളുണ്ടായിരുന്നു, 7ലും തോൽവിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. മഞ്ഞപ്പട അവരുടെ ആരാധക കൂട്ടം വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനൊക്കെ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ മുഖ്യ പരിശീലകനെയും സഹപരിശീലകരെയും പുറത്താക്കിയത്? വിനിഷ തോൽവി തുടരുന്ന ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ പരിശീലകനെ പുറത്താക്കിയിരിക്കുകയാണ്. കരാർ അവസാനിക്കും മുമ്പ് തന്നെയാണ് ഇപ്പോൾ മിഖായൽ സ്റ്റാറെ പുറത്താക്കുന്നത്. ഇതിൽ ഏറ്റവും വിനിഷ ചോദിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടിരുന്നത് തുടർ തോൽവികളാണ്. കാരണം 11-12 മത്സരങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കഴിച്ചു കഴിഞ്ഞു. അതിൽ 3 മത്സരം മാത്രമാണ് ജയിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. 7 മത്സരങ്ങൾ തോറ്റു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കോച്ചിനെ പുറത്താക്കുന്നതും. ഇതിന് പുറമെ ഇപ്പോൾ നടന്ന യോഗത്തിലാണ് ഇന്ന് തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും പരിശീലകനും തമ്മിൽ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്ന ഒരു യോഗത്തിലാണ് ഇപ്പോൾ ഈ അന്തിമ തീരുമാനം വന്നിട്ടുള്ളത്. ഇതിന് പുറമെ സഹപരിശീലകരായ ബിയോണിനെയും ഫെഡറിക്കോയും കൂടെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുഖ്യ പരിശീലകനെ ഇനി ഉടൻ തീരുമാനിക്കുമെന്നാണ് നൽകുന്ന സൂചനകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ താൽക്കാലിക പരിശീലകരായിട്ട് തോമസ് ടുഷെ, അതുപോലെ തന്നെ TG പുരുഷോത്തമൻ എന്നിവർക്ക് അവർ റിസർവ് ബെഞ്ച് പരിശീലകരായിട്ടുള്ളവരാണ്. അവർക്ക് താൽക്കാലിക പരിശീലകരുടെ ചുമതല നൽകിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിനിഷ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം, ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ തോൽവികൾ, ഈ ജനകീയ പ്രതിഷേധം, ശരിക്കും ആരാധകരുടെ പ്രതിഷേധം വല്ലാതെ ഉടലെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു പരിശീലകനെ പുറത്താക്കിയ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ശരി സജിഷ.